ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഖത്തറിലെ ദോഹയിൽ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ ഹമാസ് നേതാക്കളെ തന്നെയാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് അമേരിക്കയും ഈ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്നുള്ളത്. അതിപ്പോൾ വൈറ്റ് ഹൌസ് വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ബി കെ സോഹൽ തുടരുന്നുണ്ട്. സോഹൽ, നേരത്തെ നമ്മൾ ഈ ഇസ്രായേലിനുള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ പറയുകയുണ്ടായി. അവിടെ ബന്ധുക്കളുടെ പ്രതിഷേധം വളരെ നാളുകളായി നമ്മൾ കണ്ടുവരികയാണ്. അതുപോലെ തന്നെ നെതന്യാഹുവിനൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ, അത് സൈനിക വക്താക്കളായാലും ശരി, ഈ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. യുദ്ധം നിർത്താം, അവസാനിപ്പിക്കാം എന്നുള്ളൊരു കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നെതന്യാഹു ഈ യുദ്ധത്തിൽ ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുന്നു? നമ്മുടെ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഒരുപക്ഷെ നെതന്യാഹുവിന് ജയിലിൽ വരെ പോകേണ്ട സാഹചര്യമാണ്. കാരണം നിരവധി അഴിമതി കേസുകൾ, ക്രിമിനൽ കേസുകൾ നെതന്യാഹുവിന്റെ കൈകളിലുണ്ട്. നെതന്യാഹു ആ വിഷയത്തിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെ അതിന്റെ ഹിയറിംഗ് കഴിഞ്ഞ ദിവസമാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ആക്രമണം തന്നെ നെതന്യാഹു നടത്തിയിട്ടുള്ളത് ആ ചിത്രം മാറി മറ്റൊരു ചിത്രം വരണം എന്ന് കരുതി കൂട്ടി തന്നെയാണ്. ഇന്ന് നെതന്യാഹുവിന്റെ ക്രിമിനൽ കേസിലുള്ള ഹിയറിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴുള്ള ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ നാളത്തെ ഇസ്രായേലി മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ അച്ചടിച്ചു വരേണ്ടതെങ്കിൽ അതിന് പകരമായി ഇന്ന് വരുന്നൊരു ചിത്രം എന്ന് പറയുന്നത് ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ അത് വാർ റൂമിൽ ഇരുന്നു കൊണ്ട് നെതന്യാഹുവും അതേപോലെ തന്നെ മറ്റു മേധാവികളും കാണുന്ന ചിത്രം. അത് ബോധപൂർവം നെതന്യാഹു സൃഷ്ടിച്ചെടുത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നെതന്യാഹുവിന് ഇസ്രായേലിന് പോകേണ്ടി വരും. ആ ഇലക്ഷനിൽ ഒരിക്കലും ഇനി നെതന്യാഹു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്മ്യൂണിറ്റി, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്നൊരു ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ആ കേസുകളിൽ വിചാരണ വൈകുന്നത്. വിചാരണ നടന്നാൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകാത്തത് അദ്ദേഹത്തിനുള്ള ഈ യുദ്ധസമയം, അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയുള്ള ഇമ്മ്യൂണിറ്റി കൊണ്ടാണ്. ഇതെല്ലാം നഷ്ടപ്പെടും ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ എന്തൊക്കെ തന്നെയായിരുന്നാലും തൻ്റെ ശരീരത്തിൽ പോറലേൽക്കാത്ത ഒരു യുദ്ധം, അതിൻ്റെ നേതൃതലത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന ഒരു ടൈറ്റിലിൽ നെതന്യാഹുവിന് നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ തൊട്ടടുത്ത ഭാവിയിൽ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജയിലിലേക്ക് വരെ പോവേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഭയം തന്നെയാണ് എല്ലാവരും എതിർത്തിട്ടും. ഇപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇസ്രായേൽ നടന്നു. പ്രതിരോധ മന്ത്രി, ഈ യുദ്ധത്തിന് നേതൃത്വം നൽകിയിരുന്ന പ്രതിരോധ മന്ത്രിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി, IDF-ന്റെ മേധാവിയെ മാറ്റി, ഷിൻബെറ്റിന്റെ മേധാവിയെ മാറ്റി. ഈ തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും നടത്തിയത് തനിക്ക് അനുകൂലിക്കുന്ന ഒരു ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷേ ആ ടീമും ഇപ്പോൾ പറയുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, ഇല്ല എങ്കിൽ സൈനികരുടെ മനോവീര്യം തകരും, സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ഒരിക്കലും ഗസ സിറ്റി പിടിച്ചെടുക്കുകയും ഹമാസിനെ നശിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നെല്ലാം ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞിട്ടും ആ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. അത് ഇനി എത്ര കാലം മുന്നോട്ട് പോകും? അവസാനത്തെ കളിയും നെതന്യാഹു കളിക്കുമ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി, പി കെ സുഹൈലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ കൂടി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അഫ്താബ്, മറ്റ് അറബ് രാജ്യങ്ങൾ ഈ ഒരു ആക്രമണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?